റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ റമളാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് സ്വഹാബത്തിനെ വിളിച്ചു ചേർത്ത്, നിങ്ങൾക്കിതാ ഖദ് അഹല്ലക്കും ഷഹറുൻ, പുണ്യമായ ഒരു മാസം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് റമളാനിന്റെ മഹത്വങ്ങളും റമളാനിന്റെ പ്രത്യേകതകളും സ്വഹാബത്തിന് നബി തങ്ങൾ വിവരിച്ചു കൊടുത്തത് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. റമളാൻ വരുന്നതിന്റെ മുമ്പ് ഒരു ഉണർത്തൽ, റമളാൻ വരുന്നതിന്റെ 6 മാസം മുമ്പ് സത്യവിശ്വാസികളായ ആളുകൾ, നമ്മുടെ മുൻഗാമികൾ, അല്ലാഹുവേ ഞങ്ങൾക്ക് റമളാൻ എത്തിച്ചു തരണമേ എന്നും, വിശുദ്ധ റമളാൻ കഴിഞ്ഞ് 6 മാസക്കാലത്തോളം അല്ലാഹുവേ റമളാനിൽ ഞങ്ങൾ ചെയ്തത് നീ സ്വീകരിക്കണമേ എന്നും ദുആ ചെയ്യുമായിരുന്നു എന്ന് പരിശുദ്ധ ഉലമ അവരുടെ കിതാബുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ റമളാനിന് വേണ്ടി ഒരുങ്ങുന്നത് സത്യവിശ്വാസിയുടെ ഒരു ലക്ഷണമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ റമളാൻ വന്നു കഴിഞ്ഞപ്പോ, ബഹുമാനപ്പെട്ടവരാണ്, മദീനയിലെ പള്ളികൾ മുഴുവനും വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചു. മസ്ജിദ് നബവിയും മസ്ജിദ് ഖുബായും മദീനത്തുള്ള മറ്റു പള്ളികളെല്ലാം വിളക്കുകളെ കൊണ്ട് സജീവമാക്കി അലങ്കരിച്ചു ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അത് മാത്രമല്ല, പള്ളികളിൽ എല്ലാവരും ഇരുന്ന് ഖുർആൻ ഓതണമെന്ന് പറഞ്ഞു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫകാന അവ്വല മൻ അദ്ഖല ഇനാറത്തൽ മസാജിദ്, ആദ്യമായി പള്ളികൾ വിളക്കുകളെ കൊണ്ട് അലങ്കരിക്കണം എന്ന് ആദ്യമായി ചെയ്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. വജമഅ അന്നാസ അലാ സ്വലാത്തി തറാവീഹ്, തറാവീഹ് നിസ്കാരത്തിനും ജനങ്ങളെ ഒരുമിച്ച് ചേർത്തതും ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. ബഹുമാനപ്പെട്ടവർ വിളക്കുകൾ കത്തിച്ചു എന്ന് മാത്രമല്ല, ഹൃദയങ്ങളുടെ വിളക്കുകളായി വിശുദ്ധ ഖുർആൻ ഓതാനും കൽപ്പിച്ചു. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി വരുന്നു. റമളാൻ ആയിരിക്കുന്നു, പള്ളികളിലൊക്കെ മനോഹരമായ വിളക്കുകൾ, വെറും വെളിച്ചത്തിനല്ല, അലങ്കാരത്തിന്റെ വിളക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അറബ് രാജ്യങ്ങളിലൊക്കെ അതൊരു പൊതു കാഴ്ചയാണ്. റമളാൻ ആകുമ്പോൾ വിളക്കുകളെ കൊണ്ട് പള്ളികളും പരിസരങ്ങളും ഒക്കെ അലങ്കരിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഖറജ അലി ഇബ്നു അബീ ത്വാലിബ് ഫി അവ്വൽ ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ ആദ്യത്തെ രാത്രി അലി റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയപ്പോൾ വൽ ഖനാദീലു തസ്ഹർ, വിളക്കുകളെല്ലാം ശോഭിച്ചു നിൽക്കുകയാണ്. വകിതാബുല്ലാഹി യുത്ലാ ഫിൽ മസാജിദ്, അല്ലാഹുവിന്റെ പള്ളികളിൽ വിശുദ്ധ ഖുർആൻ ഓതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, നമ്മൾ മനസ്സിലാക്കണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തങ്ങൾ ചെയ്തിട്ടില്ല. ശരിയാണ്, നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ചെയ്യുന്നത്. ആരാ വീക്ഷിക്കുന്നത്? ഇൽമിന്റെ നഗരത്തിനൊരു കവാടമുണ്ടെങ്കിൽ ആ നഗരം നബി തങ്ങളാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വിജ്ഞാനത്തിന്റെ നഗരത്തിന്റെ കവാടമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഈ വിഷയം കാണുന്നു. മുസ്ലിം ഉമ്മത്തിൽ ഒരു നന്മ നടക്കുകയാണ്, ഉടനെ തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ബിദ്അത്തും ശിർക്കും കുഫറും ഒക്കെ ആരോപിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളക്കുകൾ അലങ്കരിച്ച ഈ കാഴ്ച കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? നവ്വറല്ലാഹു ലക യാ ഇബ്നുൽ ഖത്താബ് ഫീ ഖബരിക്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ നിങ്ങളുടെ ഖബറിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രകാശം തരട്ടെ. കമാ നവ്വറത മസാജിദല്ലാഹി ബിൽ ഖുർആൻ, അല്ലാഹുവിന്റെ പള്ളികളെ നിങ്ങൾ അലങ്കരിക്കുകയും അവിടെ ഖുർആൻ സജീവമായി ഓതാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തതിന്റെ പേരിൽ നിങ്ങളുടെ ഖബറിന് അല്ലാഹു പ്രകാശം തരട്ടെ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആശീർവദിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു കൊടുത്തു. പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോ റമളാനിൽ ഒരുങ്ങൽ അത്യാവശ്യമാണ്. സലഫ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ, അവരുടെ കൂടെയുണ്ടായിരുന്ന ഒരു വേലക്കാരി പെണ്ണ് ഒരു അടിമ സ്ത്രീയെ കച്ചവടം ചെയ്തു. അവളെ മറ്റൊരു കൂട്ടർ വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെ അവരുടെ പുതിയ മാസ്റ്റേഴ്സിന്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ റമളാനിന് വേണ്ടി ഒരുങ്ങുന്നത് കണ്ടു. നമ്മളൊക്കെ ഒരുങ്ങുന്ന പോലെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഒരുക്കുന്നത് കണ്ടപ്പോ അവർ ചോദിച്ചു, എന്താ നിങ്ങൾ ഒരുങ്ങുന്നത്? വീട്ടുകാരോട്. ആര്? ഈ വേലക്കാരിയായ പെണ്ണ് പറഞ്ഞു, നസ്തഈദു റമളാൻ, ഞങ്ങൾ റമളാനിന് ഒരുങ്ങുകയാണ്. റമളാൻ എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ അരിയും മറ്റു മസാലകൾ പൊടികളൊക്കെ എടുത്തു വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള മാസമാണെന്നാ തോന്നിപ്പോവുക. സത്യത്തിൽ പട്ടിണി കിടക്കേണ്ട മാസമാണ്, ഭക്ഷണം കഴിക്കാനുള്ള മാസമാണെന്ന് തോന്നുന്നത്. ഉലമാ പറയാറുണ്ട്, പെണ്ണുങ്ങൾ അധിക സമയവും മത്ബഖുകളിൽ സമയം ചെലവഴിക്കരുത് എന്ന്. എനിക്ക് തോന്നുന്നു അതൊക്കെ വളരെ കാലം മുമ്പ് നോക്കി കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിലൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പെണ്ണുങ്ങൾ കുഴങ്ങാണ്. ളുഹർ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓതാൻ പറ്റൂല. ളുഹർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഇബാദത്തിന് സമയമില്ല. ഭക്ഷണം, പലഹാരങ്ങളും അതും ഇതും റമളാനിന്റെ വിഭവങ്ങൾ ഒരുക്കുകയാണ്. അങ്ങനെ കിച്ചണിൽ മുഴുവൻ സമയവും നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ചെയ്തുകൂടെന്നാണ്. അപ്പോ ഈ സ്ത്രീ
ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റമളാൻ, ഞങ്ങൾ വിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വഅൻതും ലാ തസൂമൂന ഇല്ലാ റമളാൻ, നിങ്ങൾ റമളാനിൽ മാത്രമേ നോമ്പ് നോൽക്കാറുള്ളൂ? ലഖദ് കുൻതു ഇൻദ ഖൗമിൻ കാന കുല്ലു സമാനിഹിം റമളാൻ, ഞാൻ ജോലി ചെയ്തിരുന്ന എന്റെ പഴയ അർബാക്കന്മാരൊക്കെ അവർക്ക് കാലം മുഴുവനും റമളാനായിരുന്നു. അവർ സ്ഥിരം നോമ്പ് നോൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ റമളാനിൽ മാത്രമേ ഉള്ളൂ ഈ ഒരുക്കം കണ്ടു നോക്കുമ്പോ? നിങ്ങൾക്ക് റമളാൻ കഴിഞ്ഞാൽ നോമ്പില്ലയോ? നിങ്ങൾ സുന്നത്ത് നോമ്പ് എടുക്കാറില്ലേ? നിങ്ങൾ ഇങ്ങനെയാണോ ഒരുങ്ങുന്നത് എന്ന് ആ പെണ്ണവരോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, റുദ്ദൂനി, എന്നൊന്ന് മടക്കി തരുമോ അലൈഹിം, ഞാൻ എന്റെ പഴയ ആ വീട്ടുകാരുടെ കൂടെ തന്നെ പോകാം, നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഒരു വേലക്കാരി പെണ്ണ് റമളാനിനോടുള്ള മഹത്വവും നോമ്പിന്റെ പരിശുദ്ധിയും മനസ്സിലാക്കി അവരുടെ യജമാനന്മാർ ഉപദേശിച്ചത് നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ റമളാൻ ഒരുങ്ങുന്നു, നമ്മൾ ഖൽബുമായി വളരെ നല്ല ഹൃദയവുമായി നമ്മൾ ഒരുങ്ങുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ, വിശുദ്ധ റമളാനിന്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് ആളുകൾ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങൾ പേടിക്കുമായിരുന്നു, അന്നസ്തഖ്ബില റമളാൻ, വിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. മാ കാന അഹദുനാ യജ്റഉ അൻ യസ്തഖ്ബിലൽ ഹിലാൽ വഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തി ഹഖ്ദിൻ അലാ അഖീഹിൽ മുസ്ലിം. മുസ്ലിമായ മനുഷ്യനോട്, മുസ്ലിമായ ഒരു സഹോദരൻ ഒരു സഹോദരനോട്, മുസ്ലിമായ ഒരു സഹോദരി മുസ്ലിമത്തായ ഒരു സഹോദരിയോട് മനസ്സിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ദേഷ്യമോ അസൂയയോ ഒരു തരത്തിലുള്ള വൈരാഗ്യമോ വെച്ച് പുലർത്തി റമളാൻ വരുന്നത് പേടിയായിരുന്നു. പടച്ചോനെ, റമളാന്റെ മാസക്കല കാണുമ്പോ എന്റെ ഖൽബിന്റെ ഉള്ളിൽ മോശപ്പെട്ട ചിന്തകൾ ഉണ്ടല്ലോ, അല്ലാഹുവേ ഞാൻ എങ്ങനെയാ റമളാനിലേക്ക് പോകുന്നത്, എന്റെ ഖൽബ് ശുദ്ധമായില്ലല്ലോ എന്ന് മുൻഗാമികൾ പേടിക്കുമായിരുന്നുവെന്ന് മഹാനായ ഖുർആൻ എഴുതി വെക്കാൻ നബിതങ്ങളുടെ സ്ക്രൈബ്സ് ഓഫ് ഖുർആൻ എഴുതി വെച്ചിരുന്ന സുഹാബിമാരിൽ ഒരാളും പ്രഗത്ഭരമായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അവരൊരുങ്ങിയത് അങ്ങനെയാണ്. അവരൊരുങ്ങിയത് നമ്മുടെ പലഹാരങ്ങളും അപ്പോ ഉണ്ടാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല. റമളാൻ വരുമ്പോഴേക്കും എന്റെ ഖൽബ് ശുദ്ധിയാകണമല്ലോ, റമളാൻ വരുമ്പോഴേക്കും എന്റെ ഹൃദയം വൃത്തിയാക്കണമല്ലോ പടച്ചവനെ, അതുകൊണ്ട് ഞാൻ എന്റെ ഖൽബുകൾ വൃത്തിയാക്കുകയാണ്. തീർച്ചയായും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നബി തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സമയത്ത് നോമ്പുകാരനാവാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കുന്നു എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ രണ്ടുപേരുടേത് ഉയർത്തപ്പെടുകയില്ല. അൽമുതശാജിറൈൻ, പരസ്പരം പിണങ്ങിക്കഴിയുന്ന രണ്ടാളുകൾ, മിണ്ടാത്തവർ, നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി, ഒരു പൈസയുടെ ഇടപാടുകൾക്ക് വേണ്ടി, മറ്റേതെങ്കിലും കശപിശക്ക് വേണ്ടി ജീവിതകാലം മിണ്ടാതെ നടക്കുന്ന ആളുകൾ, അവരുടെ അമലുകൾ അല്ലാഹുവിന് വേണ്ട. ഹത്താ യതസാലഹ, അവർ രണ്ടുപേരും പിണക്കങ്ങളൊക്കെ മാറ്റി നന്നായി മിണ്ടുന്നത് വരെ അവരുടെ അമലുകൾ എനിക്ക് വേണ്ട, അത് ഭൂമിയിൽ തന്നെ കിടന്നോട്ടെ, അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ലെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ശുദ്ധ റമളാൻ വരെയാണ്. തെറ്റ് പിണങ്ങിയ ആളുകളൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ആ പിണക്കങ്ങളൊക്കെ നന്നാവുക, അതിനുള്ള അവസരമാണ്. വഴിയെ കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പിണക്കങ്ങളൊക്കെ മാറ്റിക്കൊള്ളു. മുമ്പൊക്കെ ഒരാളെ ചെന്ന് കാണുന്നൊക്കെ പറഞ്ഞാൽ പ്രയാസമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടോ ഒരു കോളോ ഒരു മെസ്സേജോ ഒരു വാട്സപ്പ് മെസ്സേജോ ഒരു വോയിസ് മെസ്സേജോ എന്തെങ്കിലും കൊടുത്ത് ഒരു അപ്പോളജി, ഒരു ക്ഷമാപണം അവിടെ തുടങ്ങാം. പിന്നെ ബാക്കി ചെന്ന് കാണുക പറയാ ഒക്കെ ചെയ്യാം. പക്ഷെ ഒരു തുടക്കം വേണ്ടേ, ഒന്ന് ചെന്ന് കാണുക, എങ്ങനെ മുഖം കാണിക്കാൻ. മുമ്പൊക്കെ അങ്ങനെയൊക്കെ മടി ഉണ്ടാവും. അതൊന്നും വേണ്ടല്ലോ. നമ്മുടെ മുമ്പിലുള്ള ഈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പിണങ്ങിയ ആളുകളൊക്കെ എന്ത് ചെയ്യുക, എന്ന് നന്നാവുക. അല്ലാഹു തആല നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ശുദ്ധ റമളാൻ കഴുകി ശുദ്ധിയാക്കാൻ വരികയാണ്. കഴുകി ശുദ്ധിയാക്കാനുള്ള അവസരം അല്ലാഹു നൽകിയിരിക്കുകയാണ്. യാ അല്ലാഹ്, അല്ലാഹു വിളിക്കുകയാണ്, നിങ്ങൾ എന്റെ മുമ്പിലേക്ക് വരുന്നുണ്ടോ, ഞാൻ നിങ്ങളെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. റമളാൻ നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കി റമളാൻ കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞ് ജനിച്ച പോലെ, പാപങ്ങളില്ലാത്ത ഒരു കുഞ്ഞിനെ പോലെ ഖൽബ് ശുദ്ധിയുള്ളവരായി മാറാൻ അല്ലാഹുവിന്റെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്തേക്കണം മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിച്ചു, യാ റബ്ബ് കം അദ്നബ്തു വലാ അദ്രി ലിദുനൂബി അഥറ. പടച്ചവനെ, ഞാൻ റമളാൻ വരുന്നുണ്ട്, ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. വിശുദ്ധമായ ദിനരാത്രങ്ങൾ വരാറുണ്ട്, പടച്ചവനെ ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യനാണ്.
പക്ഷെ എന്റെ തെറ്റിനൊന്നും ഒരു അടയാളവും ഞാൻ കാണില്ലല്ലോ, ഒരു ശിക്ഷയും എനിക്ക് ഇതുവരെ തന്നിട്ടില്ലല്ലോ പഠിച്ചവനെ എന്നൊരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിച്ചു. ഞാൻ എത്ര കുറ്റക്കേട് കഴിച്ചിട്ട് എന്താ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഫസ്റ്റ് ടെസ്റ്റിൽ പാസ്സാവുന്നു, വിസ പെട്ടെന്ന് അടിക്കുന്നു, പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്നു, ലീവാണെങ്കിൽ അങ്ങനെ പോക്കും വരവും, അങ്ങനെ യാ റബ്ബ് ഒരു കുഴപ്പം കാണുന്നില്ലല്ലോ യാ റബ്ബ്, അതിനെപ്പിച്ചു ഞാൻ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ, വല അറാലി ദുനൂബി അസറ, എന്റെ തെറ്റുകൾക്കൊന്നും ഒരു പ്രതിഫലവും ഒരു പ്രതിഫലനവും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു. ഫഹത്തഫ ബിഹി ഹാതിഫുൻ, അള്ളാഹുവിന്റെ മാലാഖ വിളിച്ചു പറഞ്ഞു കൊടുത്തു, യാ അബ്ദി, എന്റെ അടിമയെ, അള്ളാഹു പറയാ, അലം അഹ്രിംക ലദീദ മുനാജാതി, നിന്റെ പാപങ്ങൾക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് എന്നോട് അഭിമുഖ സംഭാഷണം നടത്തുന്ന അതിന്റെ മാധുര്യം ഞാൻ നിനക്ക് തടഞ്ഞു വെച്ചില്ലയോ? അത് തന്നെ പോരെ. എന്റെ മുമ്പിലേക്ക് നീ വന്ന് എന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് ഒന്ന് കണ്ണുനീര് വാർത്ത് എന്റെ മുമ്പിൽ ഒന്ന് തേങ്ങിക്കരഞ്ഞ് എന്റെ മുമ്പിൽ നിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഞാനും നീയും പരസ്പരം സംസാരിക്കുന്ന ആ ഒരു ആനന്ദം, അത് നിനക്ക് ഞാൻ ഇല്ലാതെയാക്കിയില്ലയോ? അതുപോലെ നിന്റെ പാപങ്ങൾക്ക് ശിക്ഷയായി എന്ന് അള്ളാഹു മറുപടി കൊടുക്കുകയാണ്. ചെയ്തു പോയ പാപങ്ങൾക്ക് ശിക്ഷ അള്ളാഹുവിന്റെ ഇബാദത്തിന് സാധിക്കാതിരിക്കലാണ്. മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ തങ്ങൾ പറയുമായിരുന്നു, ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷ എന്ന് പറഞ്ഞത് ആ തെറ്റിന്റെ ശേഷം വേറൊരു തെറ്റ് ചെയ്യാൻ അള്ളാഹു അവസരം ഉണ്ടാക്കുന്നതാണ്. ഒരു തെറ്റിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, ഒരു തെറ്റ് ചെയ്താൽ വേറൊരു തെറ്റിന്റെ. ഒരു നന്മ നിങ്ങൾ ചെയ്താൽ അതിന്റെ കൂലി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ വേറൊരു നന്മ ചെയ്യാൻ അള്ളാഹു അവസരം തരും. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു നന്മ, ഒരു നന്മയ്ക്ക് പിറകെ മറ്റൊരു നന്മ. ഒരു നന്മയുടെ പ്രതിഫലം മറ്റൊരു നന്മയാണ്, ഒരു തിന്മയുടെ പ്രതിഫലം മറ്റൊരു തിന്മയാണ്. അപ്പോ ഒരു അദാബും ഒരു ശിക്ഷയും വന്നില്ലെങ്കിൽ തന്നെയും അള്ളാഹുവിന്റെ മുമ്പിൽ തലചായ്ക്കാനും മനസ്സ് കൊടുക്കാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ അത് വലിയ അദാബാണെന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നുവല്ലോ, ദഹബൽ മുലൂക്, രാജാക്കന്മാരൊക്കെ കടന്നുപോയി ഇവിടുന്ന്, വലം യതലദ്ദദു ബിഅലദ്ദ മാ ഫീഹാ, ഈ ലോകത്ത് ഏറ്റവും രുചിയുള്ളത്, ഈ ലോകത്ത് ഏറ്റവും മധുരമുള്ളത് അവരാരും രുചിച്ചിട്ടില്ല. രാജാക്കന്മാരൊക്കെ മരിച്ചുപോയി, അവരെത്രയോ ഭക്ഷണം കഴിച്ചവരാണ്, പക്ഷേ ഏറ്റവും രുചിയുള്ള ഒരു സംഗതി നമുക്ക് കിട്ടിയത് അവർക്കാർക്കും കിട്ടിയിട്ടില്ലല്ലോ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ആളുകൾ ചോദിച്ചു, എന്താണ് ഇവിടെ ഏറ്റവും രുചിയുള്ളത്, എന്തിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ അറിയാൻ പറ്റുന്നത്, അള്ളാഹുവിനെ അറിയാൻ പറ്റുക എന്ന ആ ഒരു രസം. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ ഓടിച്ചെന്നിരിക്കുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് കിടക്കുന്നത്, എന്റെ റബ്ബ് എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്റെ റബ്ബിന്റെ സംരക്ഷണത്തിലാണ്. ആ ഒരു ബോധം, എന്റെ റബ്ബിനെ ഞാൻ അറിഞ്ഞതിലുള്ള ഒരു സന്തോഷം, എന്റെ റബ്ബിന്റെ മുമ്പിൽ തലചായ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, ഇതൊന്നും രാജാക്കന്മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ. മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അവര് തന്നെ പറഞ്ഞു, ലൗ അലിമ അബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ലഹറബൂന അലൈഹി ബിസ്സയൂഫ്, രാജാക്കന്മാരുടെ മക്കള്, പ്രിൻസുമാർ, രാജകുമാരന്മാർ നമ്മൾ അനുഭവിക്കുന്ന രസങ്ങളൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ വാളെടുത്തവർ നമ്മളോട് യുദ്ധം ചെയ്തേനെ. പറഞ്ഞ ഇബാദത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ആനന്ദം